ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഞാൻ നവീൻ പരങ്കാവ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തലശ്ശേരി നമ്മുടെ മാഹിയിലോട്ട്, നമ്മുടെ തലശ്ശേരി ബോർഡർ കഴിഞ്ഞ് മാഹിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള സ്ഥലം, അതാണ് ഉസാൻമൊട്ട എന്ന് പറയുന്ന സ്ഥലം. ഉസൻമൊട്ട ആ സ്ഥലത്തുള്ള ലോറൽ ഗാർഡൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പാർക്കാണ്. പാർക്ക് മാത്രമല്ല, ഇത് ഇവിടെ ഓഡിറ്റോറിയം ഉണ്ട്, മിനി ഗെയിം സോൺ ഉണ്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ പറഞ്ഞാലും തീരാത്ത ഒരുപാട് സവിശേഷതകൾക്ക് അല്ലെങ്കിൽ പ്രത്യേകതകൾക്ക് ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് റോയൽ ഗാർഡൻ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഓടിച്ചാടി കളിക്കാനും അതുപോലെ തന്നെ കല്യാണം വലിയ 3000 ആൾക്കാരുള്ള ഫംഗ്ഷൻ ആയി കഴിഞ്ഞാലും ചെറിയ പരിപാടിയൊക്കെ വെക്കാനുള്ള രീതിയിലുള്ള സെറ്റപ്പ് ഇവിടെയുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ഗെയിം സോണ്, പിന്നെ ഫുഡ് കോർട്ട്, ഇതുപോലെ നമ്മുടെ പൂക്കളുടെ ശേഖരം, അങ്ങനെ ഒരുപാട് വെറൈറ്റി പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ഒത്തുചേരുന്ന ഒരിടം എന്നൊക്കെ നമ്മൾ പറയാറില്ല. അതാണ് നമ്മുടെ മാഹിയിലുള്ള ഉസാൻമൊട്ടയിലുള്ള ലോറൽ ഗാർഡനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുചേരുന്നത് മലബാർ കിച്ചൺ അല്ലെ മലബാർ അടുക്കള എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ ആൾക്കാരാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുചേരുന്നത്. അപ്പം തലശ്ശേരി ഉസാൻമൊട്ടയിലുള്ള റോയൽ ഗാർഡൻ എന്ന് ചിത്രീകരിക്കുന്ന നമ്മുടെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യ ടീമാരാ? തലശ്ശേരി കഴിഞ്ഞ് മാഹിയിലെ എൻട്രൻസ് ഉള്ള ഉസാൻമൊട്ടയിലുള്ള ലോറൽ ഗാർഡനിലാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു മലബാർ അടുക്കളയിലെ മെമ്പേഴ്സാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. ഇപ്പോൾ 5 പേര് ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. 6 മെമ്പേഴ്സാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. നമുക്ക് പരിചയപ്പെടാം. മാഡത്തിൻ്റെ പേര്? എൻ്റെ പേര് മിസ്രി ആഷിഖ്. എവിടെ സ്ഥലം? കണ്ണൂരിലെവിടെ? കുറുവ. പേര്? ഇബ്രീസ ജുനൈദ്. എവിടെ? അഴീക്കോട്. എവിടെ? തെക്കുമാർക്കണ്ടി. ഓക്കെ. രഹന താമരശ്ശേരി. ചുരം ഇറങ്ങണോ? താമരശ്ശേരി കഴിഞ്ഞിട്ടാ ചുരം കയറ്. ചുരം ഇറങ്ങിയിട്ടാണോ ചുരം കയറിയിട്ടാണോ? താമരശ്ശേരി ചുരം ഇറങ്ങിയാല് വയനാട്ടിൽ നിന്ന് ചുരം പപ്പുച്ചേട്ടൻ പറഞ്ഞ പോലെ താമരശ്ശേരി കയറുക ചുരം. വയനാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ചുരം ഇറങ്ങും. അപ്പൊ ആ അടിവാരത്ത് താമരശ്ശേരി. റംല. എവിടെ സ്ഥലം? കോഴിക്കോട് അത്തോളി. എവിടെയാ? കോഴിക്കോട് നടക്കാവ്. നടക്കേണ്ട ദൂരേ ഉള്ളൂ. വഹീദ. എവിടെയാ? കണ്ണൂരാണ്. ഞാൻ ഒമാന്റെ ചീഫ് കോർഡിനേറ്റർ. കണ്ണൂരിൽ എവിടെയാ? കണ്ണൂർ ചുവക്ക്. നിങ്ങളെ ഷോപ്പ് അവിടെ ചെക്ക് പോസ്റ്റ് അടുത്താണ്. ഇപ്പോൾ ഒമാനിൽ ഇപ്പോൾ നാട്ടിലേക്ക് വന്ന 1 വർഷമായി. ഒമാൻ മലബാർ അടുക്കള തുടങ്ങിയ മുതലേ ഉണ്ട്. 11 വർഷത്തോളമായി. മലബാർ അടുക്കള തുടങ്ങിയിട്ട് എത്ര വർഷമായി? 11 വർഷമായി. എത്ര മെമ്പേഴ്സ് ഉണ്ട് അതിൽ? ഇപ്പോൾ 5 ലക്ഷത്തിൻ്റെ മേലെയുണ്ട്. മലയാളീസ് മാത്രമല്ലല്ലോ? അല്ല, മലയാളീസാ കൂടുതൽ ഉണ്ടാവുക. പിന്നെ GCCയിൽ എല്ലാ സ്ഥലങ്ങളിലുണ്ട്. പിന്നെ ബെൽജിയത്തിലുണ്ട്. ബെൽജിയത്തിലുണ്ട്. പിന്നെ USA ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ച് ഇതായിട്ട് ഓസ്ട്രേലിയയിലുണ്ട്. അങ്ങനെ ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ് അല്ലേ മലബാർ അടുക്കള? അതെ. ശരി. പേര്? ഫാസില. സ്ഥലം? കാലിക്കറ്റ്. എവിടെ? നമ്മളെ കൊടുവള്ളി. പേര്? ഹസീന. കാലിക്കറ്റ് എവിടെയാ? നാദാപുരം. അപ്പോൾ എന്തായാലും അടുക്കള എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ അടുക്കളയുടെ എല്ലാ ഭരണവും പണ്ട് കാലങ്ങളിൽ സ്ത്രീകളിൽ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ കാലം മാറുന്നതനുസരിച്ചിട്ട് നമ്മളിപ്പം ആണുങ്ങൾ ചെയ്യുന്ന പല ജോലികളും സ്ത്രീകൾ ചെയ്യുന്നത് പോലെ തന്നെ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുക്കളയുടെ ഭരണം ഇപ്പോൾ ചിലയിടങ്ങളിൽ പുരുഷന്മാർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് നമ്മളെ കല്യാണം പോലുള്ള സംഭവങ്ങളൊക്കെ അല്ലേ. എന്നാൽ അടുക്കള എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ്. ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. കൂട്ടായ്മയിൽ നമ്മളിപ്പോൾ സൽക്കാരത്തിൻ്റെ എല്ലാം വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ മലബാർ അടുക്കള കണ്ണൂരെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം സൽക്കാരത്തിൻ്റെ എല്ലാം വേണ്ട ആളുകളുണ്ട്, അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തോളും. ഈ മലബാർ അടുക്കളയുടെ ടീമിൽ തന്നെ ഉണ്ട് ഒരു ഫംഗ്ഷൻ നടത്തേണ്ട ആളുകൾ. ഞാൻ ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. അടുക്കള എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒരു ഭവനത്തെ, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് അടുക്കള. പക്ഷേ ഇന്ന് അടുക്കള നമ്മുടെ ജീവിതത്തിനും ഒരുപാട് ദൂരെ കാണുമോ എന്ന് സംശയം. അല്ലല്ല, പറയാൻ വെച്ചാൽ ഒരുപാട് നമ്മുടെ ഇതുപോലെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഹോട്ടലുകൾ ഒരുപാട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അടുക്കളയുടെ നമ്മുടെ സാന്നിധ്യം അല്ലെങ്കിൽ സ്വാധീനം കുറഞ്ഞു പോകുന്നുണ്ട്. ഇല്ല. മലബാർ അടുക്കളയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ പ്രസൻറ്റേഷൻ പഠിക്കുന്നത് തന്നെ ഇതിൽ വന്നതിന് ശേഷം. ആദ്യം ഭക്ഷണം ഉണ്ടാക്കും, ടേബിൾ മൊക്കെ ഉണ്ടാക്കും, അതെങ്ങനെയാണെന്ന് പോലും അറിയില്ല. പക്ഷേ ഇതിന് വന്നതിന് ശേഷം ഇതൊക്കെ പഠിക്കാൻ തുടങ്ങി. ഹാപ്പിയാണ്. ശരി. അപ്പം ഞാൻ ചെറിയൊരു ചോദ്യമാണേ. നിങ്ങൾ ബാക്കിയുള്ള കുറച്ച് അങ്ങോട്ട് വരാം. ഇവരോട് ചോദിച്ചിട്ട് വരാം. ഓക്കെ, ചെറിയ ചോദ്യമാണ്. നമ്മളിപ്പം മലബാർ അടുക്കള ആദ്യം തുടങ്ങിയത് ഒരു ഫസ്റ്റ് അഡ്മിൻ ആരാണ് ഇതിൻ്റെ? അലീക്കയാണ്. അദ്ദേഹമാണ് തുടക്കം കുറിച്ചത്. ഈ പേര് കണ്ടുപിടിച്ച ആരാണ്?
അലിക്കാൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് ആക്കിയതാണ്. കുറച്ച് ഫ്രണ്ട്സ്. അപ്പോൾ ആരാണെന്ന് കൃത്യമായിട്ട് അറിയില്ല, ഒരുപാട് ആൾക്കാർ കൂടി കണ്ടുപിടിച്ചാണ്. അലീക്ക് തന്നെയാണ് തുടങ്ങിയത്. അലീക്ക് തന്നെയാണ് ഈ ഒരു മലബാർ അടുക്കള എന്ന പേര് കണ്ടുപിടിച്ചത്. അതെ. അതിനുശേഷം അത് ഒരുപാട് ആളിലേക്ക് ഉയർന്ന് മുകളിലേക്ക് ഇപ്പോൾ 5 ലക്ഷത്തിന് 5 ലക്ഷത്തിന് മേളിയായി. 5 ലക്ഷത്തിന് മുകളിലോട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ സാരഥികളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ എൻ്റെ ചെറിയ ചോദ്യം, നമ്മളെല്ലാവരും മുകളിലോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അതായത് നമ്മൾ ഏതൊരു ജോലിയിലായി കഴിഞ്ഞാൽ നമ്മൾ ഉയർന്നു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ എൻ്റെ ചെറിയ ചോദ്യമാണ്, ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനമാണ്. മുകളിലേക്കും പോകാം, താഴേക്കും പോകാം, പക്ഷെ അനങ്ങൂല. എന്താണ്? ലിഫ്റ്റ്. കണ്ണ്. ഒരു നല്ല ക്ലാപ്പ് കൊടുക്കാം. ടീച്ചറാണ്. ഏത് സ്കൂളിലെ ടീച്ചറെ? ഞാനിവിടെ മുട്ടാഞ്ചേരി ഹസനിയ മുട്ടാഞ്ചേരി സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ടീച്ചറാണ്. നല്ല കയ്യടിക്കുക. അപ്പം ഞാൻ കണ്ണാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല കയ്യടി കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ടീച്ചറാണെന്ന്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, മുകളിലോട്ടും പോവാം താഴോട്ടും പോകാം, പക്ഷെ അനങ്ങൂലാന്ന്. കണ്ണൊരറ്റ തുടങ്ങി. കണ്ണ് തെറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ആൾക്കാർ ചോദിച്ചോട്ടെ. അപ്പോൾ അടുത്ത ടീമിനെ ഒന്ന് പരിചയപ്പെടാം. ഒരു നമ്മുടെ അടുക്കള അപ്പോൾ നമ്മൾ അടുത്ത ടീമിനാണ്. മലബാർ അടുക്കളയിലെ അടുത്ത 5 ലക്ഷത്തി ഒരുപാട് ആയിരത്തിലുള്ള ആൾക്കാരിലെ മെമ്പർമാരെ കുറച്ചാൾ പരിചയപ്പെട്ടു. ഇത് ഒരുപാട് ആൾക്കാർ ഒപ്പരം നിൽക്കുകയാണ്. യെസ്. ഇത് ഇങ്ങനെ തുടങ്ങണോ എങ്ങനെ തുടങ്ങുന്നുള്ള ഒരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതൊരു ടീം, ഇതൊരു ടീം, അതൊരു സെക്ഷൻ. കുറച്ചുകൂടി. ഓക്കെ. ആ പേര്? ഒരു വെറൈറ്റി പേരാണല്ലോ. ആ പേരിന് അർത്ഥം എന്ത്? എന്താ ഷോർട്ടായിട്ട് എന്താ മസ്ഫി എന്ന് വിളിക്കും. എവിടെ സ്ഥലം? ഞാനിവിടെ മാഹിയിൽ. എവിടെ? മാഹി പാലം കിടക്കണോ? മാഹിയിൽ എവിടെയാ? കവിയൂർ. ഓക്കെ. പേര്? സീബ. എന്ത് ചെയ്യുന്നു? ഞാൻ വീട്ടമ്മയാണ്. എവിടെ സ്ഥലം? ഇത് തൊട്ടപ്പുറത്ത്. ഇതിന്റെ ഈ ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്ത്. ഇതിന്റെ ഈ ഓഡിറ്റോറിയത്തിന്റെ ലോറൽ ഗാർഡന്റെ തൊട്ടടുത്ത്. അത് കിട്ടണം. അതാണ് ലോറൽ ഗാർഡന്റെ തൊട്ടടുത്ത്. മുറ്റത്തല്ല, റോഡിന്റെ അപ്പുറത്തെ സൈഡ്. ഇത് ലോറൽ ഗാർഡൻ വെച്ചാൽ ഹൈറ്റ് ആണ്. അതിന്റെ താഴെ മുറ്റത്ത്. താഴെന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ഉയരത്തിൽ തന്നെയാണ്. കാരണം ഇത് ലോറൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈറ്റ് ആയിട്ട് പോകുന്ന സ്ഥലമാണ്. പക്ഷെ അത് റോഡിന്റെ ഏകദേശം അത്ര എത്തുന്നില്ല. ഓപ്പോസിറ്റ് ആണ്. എങ്ങനെ ഓപ്പോസിറ്റ് കാണിക്കുന്നുണ്ട്? ഓപ്പോസിറ്റ് ഒരേപോലെ. ഓക്കെ. നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് ഹുസ്സൻ മൊട്ട. ഹുസ്സൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരാണ്. അത് അറിയില്ല, ഹുസ്സൻ എന്നുള്ള വ്യക്തിയുടെ പേരിൽ അറിയപ്പെടും. മൊട്ടയുള്ള വ്യക്തിയായിരുന്നോ? ആയിരിക്കും. അതാണ് അങ്ങനെ പേര് വരുന്നത്. നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ചില പേരുകൾ ഉണ്ടായതിന് കാരണം ചിലപ്പം എന്താ അറിയോ, ഹുസ്സൻ എന്ന് പറയുന്ന വ്യക്തിയോട് താമസിച്ചിട്ടുണ്ടാവും. ഈ സ്ഥലം ചിലപ്പോൾ എന്താ ഒരു മുട്ട പോലുള്ള സ്ഥലമായിരിക്കും. ചിലപ്പോൾ അങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക. അല്ലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരെ ഒന്നും അറിഞ്ഞൂടാ അല്ലേ. അപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. പേര്? എവിടെ സ്ഥലം? മട്ടന്നൂർ. സാജിദ. എവിടെ? എറണാകുളത്ത്. എവിടെ? പനമ്പള്ളി നഗറിൽ. എവിടെ? ഭവൻസ് സ്കൂളിന്റെ ബാക്കിലത്തെ ഗേറ്റിന്റെ ഓപ്പോസിറ്റ്. ഭവൻ സ്കൂളിന്റെ ബാക്കിലെ ഗേറ്റിന്റെ ഓപ്പോസിറ്റ്. അതേ സ്കൂളിൽ പഠിച്ചാണ്. ആ സ്കൂളിന്റെ പേരെന്താ? ഭവൻസ് സ്കൂള്. എംപയർ റെസിഡൻസ്. മോന്റെ പേര് പറ. സർജാനോ ഖാലിദ്. ഇതല്ലേ പറയണ്ടേ? സർജാൻ നമ്മുടെ ആർട്ടിസ്റ്റിന്റെ ഉമ്മ കൂടിയാണ്. വളരെ സന്തോഷം. അങ്ങനെ നമ്മൾ ഓരോ അറിഞ്ഞു വരികയല്ലേ. എൻ്റെ ഉപ്പ ഒരു എഴുത്തുകാരനാണ്. ആവാരാഹ് എന്നുള്ള പുസ്തകം ഇറങ്ങിയിട്ട് ഇപ്പോൾ എല്ലാവരുടെയും ഫേമസ് ആയി നിൽക്കുന്നൊരു കലാകാരനായ മകന്റെ ഉമ്മയും എഴുത്തുകാരന്റെ ഭാര്യയുമാണ്. ഇവിടെ വന്നിട്ടുണ്ട്. എപ്പോഴെത്തി ഇവിടെ? പിന്നെ ഞാൻ നല്ല കുക്കിംഗ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ തയ്യലുണ്ട്. പിന്നെ അങ്ങനെ ഭക്ഷണം ഈ ഏറ്റവും വലിയ പാചക കലയാണ് അല്ലേ, നമ്മളെ പാചക കല എന്ന് പറയുന്നത്. അടിപൊളി. ഓക്കെ. പേര്? നിഷീദ. എവിടെ സ്ഥലം? ഉളിക്കൽ. കണ്ണൂർ തന്നെ. പേര്? നഫ്സീന. എവിടെയാ? വള്ളിത്തോട്. ഇരിട്ടിപ്പുറം വള്ളിത്തോട്. ഓക്കെ. റസീന. എവിടെ? ഇരിട്ടി വള്ളിത്തോട്. അപ്പോൾ നമ്മളെ ഇരിട്ടിയിലുള്ള ആളുണ്ട്, നമ്മുടെ ഇവിടെ തന്നെയുള്ള ഒസൻമോട്ടയിലുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ എറണാകുളത്തുള്ള എഴുത്തുകാരൻ്റെ ഭാര്യയും അഭിനേതാവിൻ്റെ ഉമ്മയുമായിട്ടുള്ള മാത്രമല്ല വലിയൊരു പാചക കലാകാരി കൂടിയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇതിൽ പാട്ട് പാടുന്ന ആളാര്? ഏത് പാട്ട്? ഇഷ്ടമുള്ള പാട്ട്?
कि फिर हंसी रात हो न हो शायद फिर इस जन्म में मुलाकात हो न हो. ഹിന്ദിയാണ്, ഹിന്ദി. ഓക്കെ, ആ പാട്ടിൻ്റെ ഫസ്റ്റ് ലൈൻ എന്തായിരുന്നു? ലഗിജ ഗലെ. ലഗിജ ഗലെ. എന്താണ് അതിൻ്റെ മലയാളം? പഠിച്ചോനെ. ലഗിജ ഗലെ. ഹിന്ദി പാട്ട് പാടി ലഗിജ ഗലെ എന്നാണ് തുടക്കം. അതിൻ്റെ മലയാളം എന്താ? ലഗിജ ഗലെ. അറിയോ? എനിക്ക് ഹിന്ദി അറിയില്ല. അറിയില്ല. ലഗിജ അറിയില്ല. പാട്ടിൻ്റെ മലയാളം അറിയില്ല. പോട്ടെ. ഇങ്ങനെ കിടക്കാൻ ഷോർട്ടിലേക്ക് ജസ്റ്റ് ചായ കാമുകിയോട് ഷോർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ചായാൻ വേണ്ടി കാമുകൻ പറയുന്നതാണ് എന്നുള്ളതാണ് അർത്ഥമെന്നാണ് ഇവർക്ക് തോന്നുന്നത്, എനിക്കും തോന്നുന്നത് അല്ലേ. എന്തായാലും തെറ്റാണെങ്കിൽ ക്ഷമിക്കുക അല്ലേ. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യമാണ്, ചെറിയ ചോദ്യമാണ്. പിന്നെ നമ്മളിപ്പോൾ എല്ലാവരും എന്ത് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലെത്താൻ വേണ്ടി ശ്രമിക്കും അല്ലേ. ബിസിനസ്സിലൂടെ ഒരിക്കലും നമ്മൾ നഷ്ടത്തിലൂടെ താഴേക്ക് വരാൻ ആഗ്രഹിക്കാറില്ല. നമ്മൾ ഏത് ബിസിനസ്സായാലും ഏത് പഠിക്കുന്ന കാര്യത്തിലായാലും നമ്മളെല്ലാവരും ഉന്നതിയിലെത്തും, മുകളിലെത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. ചോദ്യമാണ്, മുകളിലോട്ടും പോകാം താഴോട്ടും പോകാം, പക്ഷെ അനങ്ങൂല. എന്താണ്? മുകളിലോട്ടും പോകാം താഴോട്ടും പോകാം, പക്ഷെ അനങ്ങൂല. വായു അല്ല. ശ്വാസം വലിക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ ബോഡി ജസ്റ്റ് ആയിട്ടൊരു ജർക്കിങ് ഉണ്ടാവും. കണ്ണ് അല്ല. അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ നല്ലൊരു പാട്ടും കേട്ട് വളരെ സന്തോഷം. നമ്മുടെ മലബാർ അടുക്കളയുടെ എല്ലാ ടീമിനും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇല്ല, നമ്മൾ അടുത്ത ടീമിൽ പരിചയപ്പെട്ടു എന്നിട്ട് പറയാം. അടുത്ത ടീം അപ്പോൾ നമ്മുടെ ഒസൻമോട്ടയിലുള്ള ലോറൽ ഗാർഡനിലാണ്. അപ്പോൾ അവിടെ നമ്മുടെ ചക്ക മാങ്ങ ഫസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പങ്കുചേരാൻ അത് സംഘടിപ്പിച്ചിരിക്കുന്ന നമ്മുടെ മലബാർ അടുക്കള എന്ന് പറയുന്ന ഒരു വലിയൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതായത് 5 ലക്ഷത്തിലധികം മെമ്പേഴ്സുള്ള സംഭവമാണ്. വേൾഡ് വൈഡ്, നമ്മുടെ ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പിന്നെ വർക്ക് ചെയ്യുന്ന താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇതിൽ പങ്കാളികളാണ്. അപ്പോൾ ആ പങ്കാളികളിലുള്ള ടീമിലെ കുറച്ച് ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത ടീമിൽ നിന്ന് പരിചയപ്പെടാം. നിൽക്ക് ഇവിടെ തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ടീം ഒരു വലിയ ടീമാണ്. പേര് എവിടെ? അസീന. എവിടെ? തലശ്ശേരി. തലശ്ശേരിയിൽ എവിടെ? ചരക്കര. പേര് എവിടെ? കതിരൂർ. ആയിഷ ഉഫ്രാൻ. എവിടെയാ? മലപ്പുറം. മലപ്പുറത്ത് എവിടെ? മലപ്പുറത്ത് എവിടെയോ ആലോചിച്ചുണ്ട്. എവിടെയാണ്? കോട്ടക്കലാണ്. ആയുർവേദ ശാലയുണ്ട്. പേര് ഷെരീഫ. എവിടെയാ? കൂത്തുപറമ്പ്. ടൗണിൽ തന്നെ. കിണവക്കൽ. സാജിദ. എവിടെ? കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂര്. ഷർമിന. തിരുവങ്ങാട്. റഷീദ. മാഹി. ഫാത്തിമ. ദുബായ്. ന്യൂ മാഹി. ഞാൻ പെട്ടെന്ന് ന്യൂ മാഹി എന്ന് പറയുമ്പോൾ ഉച്ചാരണം ഞാൻ ദുബായ് എന്നാണ് കേട്ടത്. ഓക്കെ, ഇതിന്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ. പേര്? ഷംഷാദ്. ഇവിടെ അടുത്ത് കടയിറക്കും. എന്താ മോൻ്റെ പേര്? മുഹമ്മദ്. ഇവിടെ തന്നെ ആണ്. അപ്പോൾ നിങ്ങളെല്ലാം ഈ മലബാർ അടുക്കളയിലെ മെമ്പേഴ്സാണോ? ഉമ്മയുടെ പേര് പറ. എൻ്റെ പേര് സൈനബ. സൈനബ. ഉമ്മയുടെ വീട് എവിടെ? പെരിങ്ങാടി. അതെവിടെ? പെരിങ്ങാടി എന്ന് പറഞ്ഞാൽ മാഹി അപ്പുറം. ഇതിൻ്റെ അപ്പുറം ഉപ്പാൻ്റെ വീട്. മാഹിക്ക് അപ്പുറം എന്നുള്ള അപ്പുറം പെരിങ്ങാടി. പെരിങ്ങാടി. മാഹി എവിടെ? കുന്നുമിത്ത്. AP മഹൽ. യെസ്. അപ്പോൾ നിങ്ങളൊക്കെ മലബാർ അടുക്കളയിൽ ആളാണ്. എത്ര വർഷമായി ചേർന്നിട്ട് അതിൽ? വർഷം എന്ന് പറഞ്ഞാൽ 14 വയസ്സിലെ അടുക്കള ജോലിയാണ്. അത് വീട്ടിലടുക്കള. ഈ മലബാർ അടുക്കളയിൽ എത്ര? മലബാർ അടുക്കളയിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും വന്നിട്ട് ഇങ്ങനെ അങ്ങ് പോകാന്നല്ലാണ്ട് അങ്ങ് അതാ മക്കളങ്ങ് എന്തോയോളി, വീണോളി, പൊട്ടിയോളി, ഇതായോളി, അതായോളി, അങ്ങനെ രാത്രി ഉണ്ടാക്കിയത് നമ്മളെ അടിപൊളിയാണ്. അപ്പോൾ ഉമ്മ പെട്ടെന്ന് നല്ല ഉമ്മ ഉണ്ടാക്കുന്നത് എല്ലാം ടേസ്റ്റ് ഉള്ളതാണ്. എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന നല്ലൊരു ഐറ്റം എന്താണ്? പെട്ടെന്ന് പിന്നെ കായ്പോളം ഉണ്ടാക്കും, പിന്നെ കായ് വാട്ടും, കായ് പൊരിക്കും, പിന്നെ ഇറച്ചിപ്പത്തിൻ്റെ പണ്ടം വറക്കും. എന്നിട്ട് ഇറച്ചിപ്പത്തലിൻ്റെ പണ്ടം മുറിക്കാനോ? ഇറച്ചിപ്പത്തിൻ്റെ ഇതുപോലെ ആക്കിയിട്ട് നുള്ളിയിടും. ഇറച്ചിപ്പത്തലിൻ്റെ എങ്ങനെയാക്കിയിട്ട് എങ്ങനെ ഇടും? ഇറച്ചിപ്പത്തിൻ്റെ പണ്ട പോലെ ഇത് എല്ലാം കൂട്ടും. എനിക്കതാ മനസ്സിലായി. ഇറച്ചിപ്പത്തിൻ്റെ പണ്ടയില്ല, ഇത് ഉള്ളി എന്ന് പറഞ്ഞാൽ എന്താ? പണ്ടെന്ന് പറഞ്ഞാൽ ഫില്ലിങ്. അതെടുത്തിട്ട് അത് പിന്നെ ഇതിൻ്റെ കടലപ്പൊടിയിൽ നുള്ളിയിടും. എന്നിട്ട് അതിനെ പൊരിച്ചിട്ട് എടുക്കും. നല്ല കറുമുറിയായിരിക്കും. അത് നമ്മളെ ഇത് നന്നക്കളിൻ്റെ പേര് സോസ് കൂട്ടി തിന്നു.
അതിൽ ആ കട്ടൻ ചായയും കുടിക്കും. അടിപൊളി അടിപൊളി അടിപൊളിയായി അടിപൊളി. നല്ല അടിപൊളി. ഉമ്മയുടെ ഒരു പലഹാരത്തിന്റെ കഴിച്ചൊരു ടേസ്റ്റ് ഉണ്ട് നമുക്ക്. ഉമ്മ പാട്ട് പാടാറുണ്ടോ? രണ്ടുപേര് പെട്ടെന്ന് എന്ത് പാട്ടാ പാടണ്ടേ? ഞാൻ വയസ്സായില്ല പോലെ മറന്നു. പാട്ടിന് വയസ്സൊന്നുമില്ല. പാവാട വേണം മേലാട വേണം പഞ്ചാര പൈങ്കിളിക്ക് കാലക്കരളെ ഉമ്മാന്റെ പൊരിളെ മുത്താണ് ഞാൻ നമുക്ക്. അത് മതി, അതാണ് ഉദ്യോഗം പഠിച്ച് പഠിത്ത സുൽത്താന്റെ കമയിൽ വരും. അബുദാബിക്കാരൻ പുതുമണവാളൻ നിക്കാഹിനൊരുങ്ങി വരും. അയ്യോ നിക്കാഹിനൊരുങ്ങി വരും. അടിപൊളി. ഓക്കെ, അപ്പം ഞാൻ ചെറിയ ചോദ്യമാണേ. ആർക്കും പറയാം, ഞാൻ ചോദ്യം ചോദിക്കാം. അതായത് മുകളിലോട്ടും പോകാം താഴോട്ടും പോവാം, പക്ഷെ അനങ്ങൂല. എന്താണ്? മുകളിലോട്ടും പോകാം താഴോട്ടും പോകാം. മുകളിലോട്ടും പോവാം താഴോട്ടും പോവാം, പക്ഷെ അനങ്ങൂല. അനങ്ങൂല. മയ്യത്ത് അല്ല. പന്ത് മുകളിലോട്ട് തട്ടുമ്പോൾ അനങ്ങി പോവും. നാവല്ല, നാവ് മുകളിലോട്ട് താഴെ അനങ്ങുന്നുണ്ടല്ലോ. മുകളിലോട്ടും പോകാം താഴോട്ടും പോവാം, പക്ഷെ അനങ്ങൂല. വെള്ളമല്ല. കോണിപ്പടിയില്ലേ? കോണിപ്പടി. അത് പറ. കോണിപ്പടി. ഇംഗ്ലീഷ് പറഞ്ഞാൽ സ്റ്റെയർകേസ്. മലയാളത്തിൽ പറഞ്ഞാൽ കോണിപ്പടി. മുകളിലോട്ടും പോവാ താഴോട്ടും വരാം. അനങ്ങുവാ? ഇല്ല. ദിസ് കറക്റ്റ് ആൻസർ ആണ്. കോണിപ്പടിയിലെ സ്റ്റെയർ കേസ് ആണ്. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, ഇങ്ങനെ ചില്ലിൻ്റെ സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ട്. അതായത് ഏണിപ്പടി അല്ല സ്റ്റെയർ കേസ് പറയും. നമുക്ക് മുകളിലേക്കും പോകാം താഴേക്കും. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമുള്ളതാണ്. പക്ഷേ കോണിപ്പടി അല്ലെങ്കിൽ ഏണിപ്പടി അല്ലെങ്കിൽ സ്റ്റെയർ കേസ് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ പോകാം. അവിടെ നിന്നും കയറി താഴേക്കും വരാം. മുകളിലോട്ടും പോകാം താഴോട്ടും പോകാം. പക്ഷേ അനങ്ങത്തിൽ ഇത്തരം സ്റ്റെയർ കേസ് അല്ലെങ്കിൽ കോണിപ്പടി ഏണിപ്പടിയാണ്. ഉത്തമരുടെ പേരെന്താ? സാജിദ മാഡത്തിന് നമ്മുടെ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോകുന്നു. റെഡി? ഇപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കോട് ഇന്നത്തെ അധ്യാപക ചോദ്യമാണ് മുകളിലോട്ടും പോകാം താഴോട്ടും വരാം, പക്ഷേ അനങ്ങൂല. എന്താണ്? ഉത്തരം സ്റ്റെയർ കേസ് ആണ്. ഉത്തരം പറഞ്ഞ മേഡത്തിന്റെ പേര്? സ്ഥലം? തൃക്കരിപ്പൂരുള്ള മേഡത്തിനാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. പ്രത്യേകം പറയാം, സ്വർണ്ണമല്ല. അതുപോലെ തന്നെ സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം, ഇതും സ്വർണ്ണമല്ല. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, ഇത് സ്വർണ്ണമല്ല. പക്ഷേ ഈ ഒരു സമ്മാനവും നിങ്ങൾ കയ്യിലുള്ള രണ്ട് സമ്മാനത്തിനും ഒരിക്കലും പിരിയാനാവാത്ത ബന്ധുവാണുള്ളത്. അതെന്താണ് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന മറ്റൊരു സ്നേഹ സമ്മാനം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ മലബാർ അടുക്കളയിലെ പ്രിയപ്പെട്ട അമ്മമാർ, സഹോദരിമാരൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പങ്കെടുത്തത്. അപ്പോൾ അങ്ങനെ, അതായത് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് മലബാർ അടുക്കള എന്ന് പറയുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് മലബാർ അടുക്കള. അപ്പോൾ അതിലെ ആൾക്കാരുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് പങ്കുവെച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. പുതിയ ചോദ്യവും പുതിയ മുഖങ്ങളായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിൽ. എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ ഹാപ്പി ആയിട്ടിരിക്കുക.